കരുണൻ പോയി കഴിഞ്ഞതും സ്നേഹ അതേ നിൽപ്പിൽ തന്നെ നിന്നു. മുഖത്ത് ഗൗരവം തന്നെ. അറിയാതെ പോലും അഭിയുടെ നേർക്ക് തൻ്റെ നോട്ടം ചെന്നെത്താതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിനക്കിത് ഒട്ടും ചേരുന്നില്ലാട്ടോ. ചുണ്ടിലൂറിയ ചിരിയോടെ അഭി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് നടന്നു. അഭി പറഞ്ഞത് മനസ്സിലാക്കാതെ അവൾ അവനെ കോർപ്പിച്ചു നോക്കി. ഇനി നീ കോർപ്പിച്ചു നോക്കിയാൽ നിന്റെ ഉണ്ടകണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. നിനക്ക് ഗൗരവം ചേരുന്നില്ല. നീ ആ പൊട്ടിപ്പെണ്ണായി നടന്നാൽ മതി. കുറുമ്പോടെ അവളുടെ അടുത്തേക്ക് അവൻ നിന്നു. അവൻ സംസാരിച്ചിട്ടും അവൾ ഒന്നും സംസാരിക്കാതെ മുഖവും കയറ്റിപ്പിടിച്ച് നിൽപ്പാണ്. ഒപ്പം അവൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നീ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടോ? എന്ത്? അവൾക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ചോദിച്ചത് എന്താണെന്ന് വ്യക്തമായില്ല. അല്ല, നിന്റെ നാക്ക്. 24 മണിക്കൂറും വാവിട്ട് അലക്കുന്ന നിനക്ക് എങ്ങനെ ഇത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? അവൻ്റെ വാക്കുകളിലെ കുസൃതി അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും തോറ്റുകൊടുക്കില്ലെന്ന മട്ടിൽ തന്നെയാണ് പെണ്ണിൻ്റെ നിൽപ്പ്. അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു. അതുകൂടിയായതും അഭിയുടെ ചുണ്ടിൽ ഊറി വന്ന ചിരി പൊട്ടിച്ചിരിയായി പുറത്തേക്ക് വന്നു. ഇയാൾ എന്ത് കൊലച്ചിരിയാ ചിരിക്കുന്നത്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? അവനെ കോർപ്പിച്ച് അവൾ നോക്കി. എൻ്റെ പെണ്ണെ, മതി നിർത്ത്. എന്നോടൊന്നും മിണ്ടടി. ചിരി നിർത്തി അവളുടെ അടുത്തേക്ക് ചെന്ന് കേഴുന്നത് പോലെ അവളെ നോക്കി. എന്നോട് ദേഷ്യമുണ്ടാകുമെന്ന് അറിയാം. എൻ്റെ സാഹചര്യം കൂടി നീ മനസ്സിലാക്കണം. നീ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആരോടും തുറന്നു പറയാൻ കഴിയാതെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നതാണ്. നിന്നെ നേടാനുള്ള യോഗ്യത എനിക്കില്ല എന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ നിന്നും സ്നേഹത്തെ തള്ളി നീക്കാൻ കാരണം. നീ പറ, ഞാൻ എന്തു വേണം? നിന്റെ കാല് പിടിക്കണോ? അത്രയും അവളെ നോക്കി പറഞ്ഞ് അവളുടെ കാല് പിടിക്കാൻ പോയതും അവൾ തടഞ്ഞു. അഭിയേട്ടാ. തൻ്റെ കാലിലേക്ക് വീഴാൻ വന്നതും അവൾ മാറി നിന്ന് അവനെ തള്ളി നീക്കി. ഭ്രാന്തുണ്ടോ നിങ്ങൾക്ക്? എന്താ ഈ ചെയ്യുന്നേ? അവൻ്റെ ആ പ്രവൃത്തി അവളുടെ കണ്ണുകളെ നനയിച്ചു. കുറച്ച് കളിപ്പിക്കണമെന്നേ നനച്ചുള്ളൂ. പക്ഷേ അഭിയേട്ടൻ ഇത്രയും വേദനിച്ചിരുന്നുവോ? അവനെ ഓർത്തപ്പോൾ അവളുടെ ഉള്ളു പിടഞ്ഞു. എന്നോട് പിണക്കമായിരിക്കുമല്ലേ? നീ പിണങ്ങുന്നതിനും കാര്യമുണ്ട്. എനിക്കറിയാമെല്ലാം എൻ്റെ തെറ്റായിരുന്നുവെന്ന്. നിറകണ്ണുകളോടെ അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൻ്റെ നിറമിഴികൾ കാണുമ്പോൾ അവളുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നിയവൾക്ക് അവനെ മുറുകെ പുണരുവാൻ കൊതിച്ചു. അവൻ്റെ വേദനകൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. ഒന്ന് കളിപ്പിക്കണമെന്നേ വിചാരിച്ചുള്ളൂ. അത് അഭിയേട്ടനെ ഇത്രയും സങ്കടത്തിലാക്കിയിരുന്നോ? എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? സംസാരിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ട്. അഭിയേട്ടാ, ഞാൻ വെറുതെ കളിപ്പിക്കാൻ അഭിയേട്ടന് തോന്നുന്നുണ്ടോ? സ്നേഹയ്ക്ക് അഭിയേട്ടനെ വെറുക്കാനോ ദേഷ്യപ്പെടാനോ സാധിക്കുമെന്ന്? അങ്ങനെയാണോ അഭിയേട്ടൻ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? അവളുടെ കണ്ണുകളും ഇറനണിഞ്ഞു. അത് കണ്ടതും അവളെപ്പോയി മുറുകെ പുണർന്നു. ഇനി ഒരിക്കലും തനിച്ചാക്കില്ലെന്ന അർത്ഥത്തിൽ. അതേ, കെട്ടിപ്പിടുത്തമെല്ലാം കഴിഞ്ഞെങ്കിൽ പോകാം. നേരം എത്രയായെന്നാ വിചാരം? മനുവിൻ്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും അടർന്നു മാറി. മനുവിനെ കണ്ടതും രണ്ടുപേരും നാണത്തിൽ തലകുലിച്ചു. അയ്യടാ, ഇത്രയും ഉണ്ടായിരുന്നോ നിങ്ങളുടെ പിണക്കം? ഞാൻ കരുതി. നീ എന്ത് കരുതി? അഭി അവനെ കൂർപ്പിച്ചു നോക്കി. ഒന്നുമില്ല, നിങ്ങൾ നടന്നാട്ടെ. അഭിമന്യുവിനെയും തള്ളി പുറത്തേക്ക് നടന്നു. എടാ, ഞാൻ അവളോടൊന്നും സംസാരിച്ചില്ല. മനു പുറത്തേക്ക് തള്ളിപ്പോകുന്നതിനിടയിൽ പിറകിൽ നിൽക്കുന്ന സ്നേഹയെ ഒന്ന് നോക്കി അഭി പറഞ്ഞു. ബാക്കി നാളെ. സ്നേഹച്ചേച്ചി, ഞങ്ങൾ ഇറങ്ങിയെന്ന് മാമയോട് പറഞ്ഞേക്ക്. അവൻ പിറകിൽ നിൽക്കുന്ന സ്നേഹയോട് വിളിച്ചുകൂവി പറഞ്ഞുകൊണ്ട് അഭിയെയും കൂട്ടി ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അഭി തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് സ്നേഹ. അവൾക്കും പുഞ്ചിരി കൈമാറി അഭി ബുള്ളറ്റ് എടുത്തു. മതി നോക്കിയത്, വണ്ടി വിട്ടേ. മനു തിരക്ക് കൂട്ടി. അടങ്ങിയിരിക്കടാ. മനുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് സ്നേഹയോട് പോകട്ടെ എന്ന് തലയാട്ടി കാണിച്ച് ബുള്ളറ്റ് മുന്നോട്ടേക്കെടുത്തു. ബുള്ളറ്റ് കണ്ണിൽ നിന്നും മറഞ്ഞു നീങ്ങുന്നതുവരെ അവരെ നോക്കി സ്നേഹ വാതിലിൽ ചാരി നിന്നു. അഭിയോട് സംസാരിച്ചു കഴിഞ്ഞ് വിഷ്ണു നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ എവിടെയും ജാനിയെ കണ്ടില്ല. പെട്ടെന്നാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത്. ഇവൾക്ക് കുളിച്ചാലും മതിയാകില്ലേ? അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. നല്ല തണുത്ത കാറ്റുണ്ട്. മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു നിമിഷം വിഷ്ണുവിൻ്റെ മനസ്സ് പിറകിലോട്ട് സഞ്ചരിച്ചു. കരിനിഴൽ വീഴ്ത്തിയ തൻ്റെ ജീവിതം. എത്ര പെട്ടെന്നാണ് ഓരോരുത്തരുടെ പൊയ്മുഖങ്ങൾ കാണുന്നത്. എന്തൊക്കെ കള്ളങ്ങൾ കൂട്ടിവെച്ചാണ് ഓരോ ജീവിതങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഒന്നും മനസ്സിലാകാതെ അവരുടെ കൂടെ നിൽക്കുന്നവർ വിഡ്ഢി. അങ്ങനെ ഒരു വിഡ്ഢിയായിപ്പോയി താനും. ആദ്യം പ്രണയിച്ചവളെ താലി കെട്ടി ഒപ്പം കൂട്ടിയപ്പോൾ അവളുടെ പൊയ്മുഖം തനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവർ വേണ്ടി വന്നു അവൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ അതേ സാഹചര്യത്തിലൂടെ കടന്നുപോയി. വീണ്ടും തൻ്റെ പാതിയായി മറ്റൊരാൾ. അവൾ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചില്ല. മനസ്സിലേക്ക് കുത്തിവെച്ച വിഷം അവൾക്കുമേൽ ചീറ്റുകയായിരുന്നു. ഒരുപാട് അനുഭവിച്ചു പെണ്ണ്. ഓരോരുത്തരുടെയും മുന്നിൽ വെച്ച് അപമാനിതയാക്കി. ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ചു.
ആ ഒരുവളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ മനസ്സ് നീറുന്നതുപോലെ തോന്നി. പെട്ടെന്നാണ് തൻ്റെ പിറകിൽ ഒരനക്കം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയത്. തന്നെ നോക്കി നിൽക്കുന്ന ജാനി. അവൻ അവളെ നോക്കി പതിയെ പുഞ്ചിരിച്ചു. ഞാൻ കാണാത്തതുകൊണ്ട്, അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് തിരിഞ്ഞതും അവൻ അവളെ വിളിച്ചു. ജാനി. അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി. അവൻ കൈനീട്ടി അടുത്തേക്ക് വരാൻ പറഞ്ഞു. അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവൻ്റെ തൊട്ടുവശത്തായി റെയിലിങ്ങിൽ പിടിച്ചു നിന്നു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്ക് നോക്കി നിന്നു. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? വിദൂരതയിൽ നിന്ന് ജാനിയുടെ മുഖത്തേക്ക് നോക്കി അവൻ പതിയെ ചോദിച്ചു. ആ ചോദ്യം അവൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ജാനി അവനെ പകപ്പോടെ നോക്കി. ആ ചോദ്യത്തിനുള്ള ഉത്തരം അവളുടെ കയ്യിലില്ല. എന്തു പറയും? ഒരു സമയത്ത് ദേഷ്യമായിരുന്നെന്നോ, ഇപ്പോൾ സ്നേഹമാണെന്നോ? ചിലപ്പോൾ ഇനിയും നീ വേദനിക്കേണ്ടി വരും. എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കമുണ്ടാവും. പക്ഷേ ഒന്നു മാത്രം മനസ്സിൽ ഓർത്താൽ മതി, ഇനി ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ല എന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞതും അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. വിഷ്ണു തന്നോട് പറഞ്ഞത് അവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടേയിരുന്നു. ഇനിയും ഞാൻ വേദനിക്കേണ്ടി വരുമോ? അതിനേക്കാൾ ഭേദം മരിക്കുന്നതാ. എന്നാലും എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞത് എന്തിനായിരിക്കും അദ്ദേഹം ഇപ്പോൾ അങ്ങനെ പറഞ്ഞത്? എന്തോ വരാനുണ്ട് എന്നല്ലേ അതിനർത്ഥം? കുറച്ച് സന്തോഷിച്ചിരുന്ന മനസ്സ് വീണ്ടും ദുഃഖത്തിലേക്ക് ചെന്നെത്തി. ഒപ്പം ചാറ്റൽ മഴ ബാൽക്കണിയിലേക്ക് അടിക്കാൻ തുടങ്ങിയതും അവൾ റൂമിലേക്ക് കയറി. കട്ടിലിൽ ഒരു വശത്തായി കിടക്കുന്നുണ്ട് വിഷ്ണു. രണ്ട് കൈയും തലയ്ക്ക് കീഴെ വെച്ചാണ് അവൻ്റെ കിടത്തം. ഉറങ്ങിയിട്ടില്ല. എന്തൊക്കെയോ ആലോചനയിലാണ്. ഇതേ സമയം ബാൽക്കണി ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ആലോചനയിൽ നിന്നും ഉണർന്നത്. ജാനി ഡോറ് മറച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. വിഷ്ണു അവളെ തന്നെ നോക്കി കാണുകയാണ്. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വരുമ്പോൾ അവളുടെ കയ്യിൽ താഴെ കിടക്കാനുള്ള ഷീറ്റുമുണ്ട്. അവൻ എത്ര തന്നെ അടുത്തെന്ന് പറഞ്ഞാലും അവനിലുള്ള ഭയം ഇപ്പോഴും അവൾക്കുണ്ട്. ഷീറ്റ് എടുത്ത് വരുന്നവളെ കണ്ടതും വിഷ്ണു അവളെ കൂർപ്പിച്ചു നോക്കി. അവൾ അവനെ നോക്കി താഴെ ഷീറ്റ് വിരിച്ച് കിടക്കാൻ തുനിഞ്ഞതും വിഷ്ണു ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. "ഡീ, നിന്നോട് ഞാൻ താഴെ കിടക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ?" അവൻ്റെ ദേഷ്യം അവൻ്റെ വാക്കുകളിൽ ഉയർന്നു നിന്നു. പെട്ടെന്ന് അവൻ ദേഷ്യപ്പെട്ടതും അവൾ പേടിച്ചുപോയി. അവളുടെ ഒരു ഷീറ്റ് അവൻ നിലത്ത് വിരിച്ചിരിക്കുന്ന ഷീറ്റെടുത്ത് വലിച്ചെറിഞ്ഞു. "പോയി മുകളിൽ കിടക്കടി," അവൻ പല്ലുറുമ്മി പറഞ്ഞതും അവൾ വേഗത്തിൽ പോയി ബെഡിൻ്റെ ഓരമായി കിടന്നു. "ഞാൻ ദേഷ്യപ്പെട്ടാലും സ്നേഹിച്ചാലും ഇനി നീ ബെഡിൽ നിന്ന് ഇറങ്ങിയാൽ എന്നെ അറിയാലോ," ഭീഷണി പോലെ പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫാക്കി അവനും ബെഡിൻ്റെ മറുഭാഗത്ത് കിടന്നു. ആ സമയം അവൻ്റെ ചുണ്ടിൽ അവൾക്കായി പുഞ്ചിരി വിരിഞ്ഞു. അവൻ തല ചരിച്ചു അവൾ കിടക്കുന്നത് നോക്കി. ശ്വാസം ആഞ്ഞു വലിക്കുന്ന ശബ്ദം മാത്രം അവിടെ തങ്ങി നിന്നു. അവളെ ഒന്ന് പുണരാൻ അവന് ആഗ്രഹം തോന്നി. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. "അതേ," അവൻ മെല്ലെ അവളുടെ ചെവിയോരം വന്ന് വിളിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ അവളൊന്ന് പിടഞ്ഞുപോയി. "അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വിഷമമൊന്നും ആയില്ലല്ലോ." അവൻ വേഗം അവളുടെ അടുത്ത് നിന്ന് മാറിക്കിടന്നു. മറുത്തൊന്നും പറയാതെ അവനെ തന്നെ നോക്കിക്കിടപ്പാണ് അവൾ. അവൻ്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും നോക്കിക്കാണുകയാണ് അവൾ. പുതിയൊരു വിഷ്ണുവാണ് തൻ്റെ മുന്നിലുള്ളതെന്ന് അവൾക്ക് തോന്നി. ഈ കുറുമ്പും സ്നേഹവുമെല്ലാം എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. "സോറി, ഞാൻ പെട്ടെന്ന്..." അവനെന്തോ വല്ലായ്മ തോന്നി. താൻ ചോദിച്ചിട്ടും മറുത്തൊന്നും പറയാതെ കിടക്കുന്നവളെ കാണുമ്പോൾ അവന് എന്തോ പോലെ. അവൾക്ക് ഇഷ്ടമാകുന്നില്ലേ? എൻ്റെ സാന്നിധ്യം അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നേരത്തെ കാണിച്ച ധൈര്യമൊന്നും കിട്ടാത്തതുപോലെ. തന്നിലേക്കുള്ള പെണ്ണിൻ്റെ നോട്ടം മറ്റെന്തൊക്കെയോ വികാരത്തിലേക്ക് എത്തിപ്പിക്കുന്നുവെന്ന് ഉറപ്പായതും അവൻ വേഗം തിരിഞ്ഞു കിടന്നു. ഇതേ സമയം അവൾ അവനെ നോക്കിക്കാണുകയാണ്. അവനിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റം അവൾ പ്രതീക്ഷിച്ചതേയില്ല. ഈ സമയം അവൾക്ക് ഓർമ്മ വരുന്നത് വിഷ്ണു അവളെ ഉപദ്രവിക്കുന്ന സമയത്ത് മനു പറഞ്ഞതാണ്. ഏട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാവരോടും കളിച്ചും ചിരിച്ചും തമാശയും പറഞ്ഞു ഈ വീടിനെ ഉണർത്തിയത് തന്നെ ഏട്ടനാണ്. ആ ഏട്ടനാണ് ഇന്ന് ചിരിക്കാൻ പോലും മറന്ന് ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും നടക്കുന്നത്. ഒരു നിമിഷം അവൾ അവൻ്റെ കഴിഞ്ഞുപോയ കാലം ഓർത്തുപോയി. താലി കെട്ടിയ പെണ്ണിനെക്കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നത്ര അനുഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സ്വഭാവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് തുറന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിനും എനിക്കും ഇടയിലുള്ള ഈ അകൽച്ച മാറും. നാളെ ആകട്ടെ. ഇനിയും പേടിച്ച് ചുരുണ്ട് കിടക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന് അറിയണം. ആ മനസ്സിൽ ഏതെങ്കിലും ഒരു കോണിൽ എനിക്ക് സ്ഥാനമുണ്ടോയെന്നറിയണം. കുറച്ചു മണിക്കൂർ മുമ്പ് എന്നോട് കാട്ടിയ സ്നേഹപ്രകടനം സത്യസന്ധമാണോ എന്നറിയണം. ഒരുപാട് ചിന്തകളിലൂടെ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു. വരാനിരിക്കുന്ന സങ്കടങ്ങൾ അറിയാതെ, ഒരിക്കൽ തള്ളിപ്പറഞ്ഞവൻ തന്നെ പൊതിഞ്ഞു പിടിക്കുമെന്നറിയാതെ, തൻ്റെ മാനത്തിനും അഭിമാനത്തിനും ചോദ്യം ചെയ്തവനെ ഇല്ലായ്മ ചെയ്യുമെന്ന് അറിയാതെ അവൾ നല്ല ഉറക്കത്തിലേക്ക് പോയി.
മധുരമുള്ള സ്വപ്നങ്ങളും കൂട്ടിനുണ്ട്. മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കാലത്തെ എഴുന്നേൽക്കണ്ടെന്ന്. കോളേജിൽ പോയാൽ ഉറക്കം തൂങ്ങും. മാറി നിന്നേ, അമ്മ ബാക്കി ചെയ്തോളാം. കാലത്തെ തന്നെ കുളിച്ചു മാറ്റി അടുക്കളയിലേക്ക് കയറിയതാണ് ജാനി. രേവതി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് കാലത്തേക്കുള്ള ഭക്ഷണമുണ്ടാക്കുന്ന ജാനിയെയാണ്. അവളെ ഒരു ഭാഗത്തേക്ക് മാറ്റി രേവതി മറ്റുള്ള പണികൾ ചെയ്യാൻ തുടങ്ങി. മോള് പോയി റെഡിയാവാൻ നോക്കിക്കോളൂ, ബാക്കി അമ്മ ചെയ്തോളാം. കണ്ണം പോകുന്ന സമയത്ത് തന്നെ മോൾക്കും ഇറങ്ങാലോ. ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രേവതി പറഞ്ഞു. സമയമായില്ല അമ്മേ. അവൾ വീണ്ടും രേവതിയെ സഹായിക്കാൻ അവിടെ നിന്നു. നാളെ ലീവ് ആക്കേണ്ടി വരും. കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകേണ്ടേ? സ്നേഹമോള് ടെക്സ്റ്റൈൽസിലേക്ക് എത്തിക്കോളും. നമുക്ക് ഇവിടുന്ന് പോകാം. അവിടുന്ന് മോളെ ഉണ്ടാകൂ. ഏട്ടനും ഏട്ടത്തിയും ഉണ്ടാകില്ല. പിന്നെ മാനസയും ആദിയും ഉണ്ടാകും. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ ലീവ് എടുക്കാൻ. പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ രേവതി പറഞ്ഞതും ജാനി ഒന്നും മനസ്സിലാക്കാതെ രേവതിയെ നോക്കി. അവളുടെ നോട്ടം കണ്ടിട്ടാണോ എന്തോ രേവതി പണി നിർത്തി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരെയും എനിക്കറിയാവുന്നതാണ്. മോളെ ആ കോളേജിൽ ചേർക്കാൻ കാരണവും അതുതന്നെ. പിന്നെ മനുവിന് വേണ്ടി മാനസയെ ആലോചിച്ചിട്ടുമുണ്ട്. മോളോട് പറയാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. കേട്ട വാർത്ത ഒരു ഷോക്കായിരുന്നു അവൾക്ക്. എന്തൊക്കെയോ ഇനിയും അറിയാനുണ്ടെന്ന് അവൾക്ക് തോന്നി. മോളോട് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ തന്നെയാണ് മാനസയോട് പറഞ്ഞത്. അഭിയുടെയും സ്നേഹയുടെയും കഴിഞ്ഞാൽ മനുവിൻ്റെ നോക്കണം. മതി മോള് ചെയ്തത്. ഇനി റെഡിയായിക്കോളൂ. പച്ചക്കറി അരിയുന്ന ജാനിയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിച്ചു വെച്ച് രേവതി അവളോട് മുകളിലേക്ക് പോകാൻ പറഞ്ഞു. അവൾ രേവതിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനുള്ള കോഫി എടുക്കാൻ പോയതും പുറത്ത് കോളിംഗ് ബെൽ അടിച്ചതും ഒരുമിച്ചായിരുന്നു. ആരാ ഈ രാവിലെ? മോൾ ഒന്ന് ചെന്ന് നോക്കിയേ. ചിലപ്പോൾ രമണി ചേച്ചി ആയിരിക്കും. മുറ്റം തൂക്കാൻ ഞാൻ വരാൻ പറഞ്ഞിരുന്നു. കോഫി കപ്പ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് അവൾ ഡോർ തുറക്കാൻ ഹാളിലേക്ക് ചെന്നു. നേരം വെളുക്കുന്നതേയുള്ളൂ. എല്ലാ പണിയും രേവതിയെ ഏൽപ്പിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അതാണ് നേരത്തെ എഴുന്നേറ്റ് അവൾ അടുക്കളയിലേക്ക് കയറിയത്. ഹാളിൽ ഇപ്പോഴും ഇരുട്ട് മൂടി കിടപ്പുണ്ട്. പുറത്ത് അങ്ങനെ തന്നെ. അവൾ ഹാളിലുള്ള ലൈറ്റിട്ട് മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് ലോക്കൂരി വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്ന ആളെ അവൾ ആദ്യമായാണ് കാണുന്നത്. ഇവിടുത്തെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും എന്നവൾക്ക് തോന്നി. കല്യാണം കഴിഞ്ഞ് ഇതുവരെയായി ആരെയും പരിചയപ്പെട്ടില്ലല്ലോ. കയ്യിലൊരു വലിയ ബാഗുമായി നിൽക്കുന്നവളുടെ അടുത്തേക്ക് ജാനി വന്നു നിന്നു. ജാനിയുടെ ചുണ്ടിൽ അവർക്കായി വിരിഞ്ഞ പുഞ്ചിരിയുമുണ്ട്. അല്ലെങ്കിലും അവൾ അങ്ങനെയാണല്ലോ. മറ്റുള്ളവർക്ക് നൽകാനായി എന്നും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകും. നീ ഏതാ? ഇവിടുത്തെ വേലക്കാരിയാണോ? പുച്ഛത്തോടെയുള്ള വന്നവളുടെ സംസാരം ജാനിക്ക് എന്തോ പോലെ തോന്നി. എന്നാലും വന്നവളോട് നീരസം കാട്ടാതെ ജാനി അകത്തേക്ക് ക്ഷണിച്ചു. ചിലപ്പോൾ തന്നെ അറിയില്ലായിരിക്കും, അതാണ് അങ്ങനെ ചോദിച്ചതെന്ന് അവൾ കരുതി. നീ എന്നെ കയറ്റാനും ഇരുത്താനും നോക്കേണ്ട. കയറാനും ഇരിക്കാനും എനിക്കുള്ള അവകാശം ഇവിടെ വേറെ ആർക്കുമില്ല. വീണ്ടും ജാനിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവളുടെ ഭാഗത്തു നിന്ന് സംസാരം വന്നതും ജാനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും കണ്ണു നിറയ്ക്കുന്നവളല്ലേ അവൾ. അതുതന്നെ ഇപ്പോഴും സംഭവിച്ചു. ദേ മാറിയേ. കണ്ണു നിറച്ചു നിൽക്കുന്നവളെ ഒരു ഭാഗത്തേക്ക് തള്ളി നീക്കി താഴെ വെച്ച ബാഗുമെടുത്ത് അവൾ അകത്തേക്ക് കയറാൻ നിന്നതും രേവതി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു.